സോണച്ചന്റെ കല്യാണത്തിൽ എത്തിയിട്ടുണ്ട്. ഈ സ്വദിനിയ നിമിഷത്തിൽ ജിനുവണ്ണന് ഇന്നലെ പറഞ്ഞു തന്നാലും ജെറിനൊക്കെ വരുത്തനമായിട്ടുണ്ട്. ഏതാ വേണ്ട എല്ലാവരുടെയും ഫിറ്റ് കാണിക്കും. അച്ചു കുറച്ച് ഇരിക്കുന്നതാണ്. അച്ചൊക്കെ ഏതാ ഗ്ലാമർ ആയിട്ടുണ്ട്. ഇത് സോണച്ചൻ കാണാത്തുണ്ട്. കാണിക്കണം. സുധണ്ണനുണ്ട്, നോബിൾജി ഉണ്ട്, ജിനുവണ്ണനുണ്ട്, കൊടേഷ് ഉണ്ട്, ഡെന്നിയണ്ണ എന്തേലും പറയണ്ടോ? ഇനി എന്തേലൊക്കെ പറ. ചേച്ചി എന്തേലും പറയാം. ചേച്ചി എന്റെ ഗ്ലാമർ ആയിട്ടുണ്ട്. സോറി ഗ്ലാമർ അല്ല, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പറഞ്ഞു ചേച്ചി, പറഞ്ഞു ചേച്ചി. അപ്പൊ ഇന്നാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സോണാച്ചാന്റെ കല്യാണം. ഞങ്ങളെല്ലാം റെഡിയായി വളരെ പച്ചയായിട്ട് പച്ചപ്പുമായി ഭയങ്കര മിക്സഡ് ഇമോഷനാണ്. ഞങ്ങളിങ്ങനെ ഒരുപാടായിട്ട് വെയിറ്റ് ചെയ്തൊരു ദിവസമായിട്ട് ഭയങ്കര അച്ഛനേക്കാളും ഫ്രണ്ട്ഷിപ്പ് ഇനി ബാക്കിയെല്ലാം ചെറുക്കൻ്റെ അടുത്ത് സോണാച്ചൻ രാവിലെ തൊട്ട് എങ്ങനെയുണ്ടോ അച്ഛാ? ടെൻഷൻ ഉണ്ടോ അച്ഛാ? ടെൻഷൻ ഉണ്ടോ? ആ ഏതാ ഇപ്പോഴാ അഴകായത്. ഫോർച്യൂണറിലൊക്കെയാ വന്നേക്കുന്നത്. എന്താ വേണം? കുറച്ചെല്ലാം കഴിയുമ്പോ ഇതെല്ലാവരും കോളറിന്റെ ഇടയ്ക്കാണ്. സാലറി ഒന്നും വരത്തില്ലെന്ന് പറഞ്ഞു. ക്രൂരനാണ് ജോസ് സാറേ. ജോസ് ഓണത്തിന് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് ഭയങ്കര സന്തോഷവും അതിൻ്റെ ഒരു സങ്കടമായിട്ടുണ്ട്. നമ്മളെല്ലാവരും ഗ്രീൻ ഷെയ്ഡാണ് ഉദ്ദേശിച്ചത്. പല പല ഗ്രീൻ ആണെങ്കിലും ഭംഗിയാണ്. എന്തെങ്കിലും പറയാണ്ടോ ചേച്ചി? നല്ല വിഷമമുണ്ടല്ലോ. നല്ലൊരു പെയിന്റ്. അടുത്ത ആൾക്കാരെ എത്തിക്കാൻ പിന്നെ പറയാണ്ടോടി? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സന്തോഷം. ഇവിടെ കരഞ്ഞിരിക്കണം, അത്രേ ഉള്ളു പറയാൻ. എന്തൊരു ടോക്ക് ഒന്ന് പറഞ്ഞു. അതിട്ട് പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ. നിന്നോട് ഹാപ്പി ബർത്ത്ഡേ പറയണ്ട. മെസ്സി ഫാൻസിന് എന്തൊന്നും അവിടെ മാറിയിരിക്കും. അതെ, ജെറിന്റെ ബയോയിലുണ്ട്. വൈകുന്നേരം വാങ്ങാം. ബ്രൈഡ് വന്നു. ബ്രൈഡ് അതെ അതെ. നമ്മൾ കുറച്ച് മാസമായിട്ട് ബ്രൈഡ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഗ്രൂം ഷൂട്ട് ഗ്രൂം ഇറങ്ങിയിട്ടുണ്ട്. ഗ്രൂം സോണാച്ച ഇറങ്ങിയിട്ടുണ്ട്. സോണാച്ച വീഡിയോ ഷൂട്ടിംഗ് ആണ്. ഫാൻസ് എത്ര പേരാ? 1 2 3 പേപ്പറാസീസ്. നമ്മളിവിടെ ഫ്രീ കട്ടിപ്പുണ്ട്. അതെ, ഇത് കഴിഞ്ഞ് അതെ ഗ്രൂം വന്നു. സോറി ബ്രൈഡ് വന്നു. എല്ലാരും ഉണ്ട്. കസിൻസ് എല്ലാം ഉണ്ട്. ബ്രൈഡ് വന്നിട്ടുണ്ട്. ബ്രൈഡ് സോണാച്ചാൻസ് ബ്രൈഡ്. സ്ലോ മോഷൻ സ്റ്റേജിലോട്ടുള്ള നടത്താണ്. ഇവിടെ നേരെ ഇവിടെ ആണ് ഓഡിറ്റോറിയം. ഇതല്ല ഇതിന്റെ ബാക്ക്. അതെ 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 അതെ. അത് സൂപ്പർ. ആ എംബ്രോയിഡറി. നമ്മൾ സോണജ വന്ന വണ്ടി. അതാണ് ചേച്ചി വന്ന വണ്ടി. അതാണ് നമ്മുടെ കമ്പനിക്കാർ. ഇതല്ല അതിന്റെ ബാക്കി. ചേച്ചി വന്ന വണ്ടിയാണിത്. സോണച്ച ഓറയ്ക്ക് വേണ്ടിയാണ് ഫോർച്യൂണർ എടുത്തത്. അതാണ് സംഭവം. രണ്ടിതാണ് കേട്ടോ. കല്യാണത്തിന് നാളെ കണ്ടോ എന്തൊരാളാണ്. ഇവിടെ പിള്ളേരിലൂടെ ഉണ്ട്. ആരാത്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. നമ്മളെ ജിനുവണ്ണൻ
സ്വർഗി ജെറിൻ എക്സ ജോസ്. നമ്മൾ ഫുഡിന്റെ അതിനും ഫോട്ടോ എടുക്കാനാണ് വന്നത്. അതെ അതെ അതെ. ഗ്യാബി ഇപ്പൊ റിവ്യൂ ചെയ്യും ഫുഡ് ഏതാന്ന് എന്താന്ന് വെച്ചാൽ. ഇത് നഗറ്റ്സ് ആണ്. നഗറ്റ്സ് ഉണ്ട്, ഫ്രൈസ് ഉണ്ട്, സമോസ ഉണ്ട്. ആ മാസിട്ടിരിക്കുക. ടേസ്റ്റ് നഗറ്റ്സ് ഉണ്ട്, ഫ്രൈസ് ഉണ്ട്. ഡ്രിങ്ക്സ് ഉണ്ട്, 3 ഡ്രിങ്ക്സ് ഉണ്ട്. ഏതാ അച്ഛൻ ഇപ്പൊ പ്രൈസ് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. പക്ഷെ പ്രൈസ് എങ്ങനെയുണ്ട്? പ്രൈസ് കൊള്ളാന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ പറഞ്ഞ നഗറ്റ്സ് അച്ഛൻ ടേസ്റ്റി. നോർമൽസ് ആണ്. അച്ഛയൊക്കെ മെക്ഡിന്ന് കഴിക്കുന്നതുകൊണ്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് കഴിച്ച ശീലമുള്ളതുകൊണ്ട് ഇതൊക്കെ കഴിക്കുന്നത് ഏക്കത്തില്ല. ടീന ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം ഇന്ന് കഴിക്കാതെ എന്നിട്ട് വേണം. കാരണം ജിനോണ്ണ ഫുഡ് ടെസ്റ്റ് ടെസ്റ്റ് ടേസ്റ്റ് ടേസ്റ്റ് ടെസ്റ്റ് ടേസ്റ്റ് ടെസ്റ്റ്. ഹൗ ഈസ് ദ ഫ്രഞ്ച് ഫ്രൈസ്? അതെന്ത് പച്ചവെള്ളോ? എടാ ഇവിടെ പോ. എടാ ഇവന്മാരാണ് മെയിൻ ആള്. ഇവന്മാർ ഇതുവരെ കണ്ടില്ല. എവിടെ പോയതാണ് സുത്തണ്ണ? അതെവിടാ അതെവിടാ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെവിടാ? അതെന്താ ഇത്? പൈനാപ്പിൾ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഡെന്നിയൊക്കെ പരിപാടി തുടങ്ങി. അജോണൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണ ഫുഡ്. കപ്പ് തരുന്നു ഗൈസ്. അജോണ കപ്പ് കിട്ടിയോ? കപ്പ് മുഖ്യം ഗൈസ്. സമി ചേച്ചി വന്നിട്ടുണ്ട്. സമി ചേച്ചി ചേച്ചി എങ്ങനെയാണ് ചേച്ചി ഡ്രിങ്ക്? ചേച്ചി അഭിപ്രായം പറ. ഡ്രിങ്ക് കണ്ടുപിടി. വേറെ ഉണ്ട്, ട്രൈ ചെയ്യും. ഉള്ള 2 അല്ല ആയിക്കോളി കുടിച്ചിട്ടുണ്ട്. എവളാണ് ഇവിടുത്തെ എല്ലാം കുടിച്ചു ചേർക്കുന്നത്. അവൾ ഫോട്ടോഷൂട്ട് നടന്നിട്ടിരിക്കുകയാണ്. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. സൗമ്യ ചേച്ചി ഉണ്ട്, അച്ഛനാണ് ഫോട്ടോഗ്രാഫർ, കക്കേഷ് ഉണ്ട്, ടീനേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ 6 ഇത് ഏതാറാന്ന് പറയുവാണെങ്കിൽ ജിനോണ്ണൻ ഒരു 6 കാണിച്ചിട്ട് തരാൻ. ചേച്ചി കറങ്ങാൻ പോവാന്ന് പറയുന്നത് കേട്ടോ. എന്തോ കറങ്ങി വെച്ച് ഓയ് മതി ചേച്ചി, മതി ചേച്ചി. സിനിമാറ്റിക് അവർ വീഡിയോ എടുക്കുന്നു. നമ്മൾ കല്യാണത്തിന്റെ ഹാളിലേക്ക് കയറാൻ പോകണം. കല്യാണം കുറച്ച് നേരമായി. നമ്മളിവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുകയാണ്. അതെ അതെ. നമ്മളിപ്പോൾ ഹോളിലോട്ട് കയറാൻ പോകണം. നമ്മളവിടുത്തെ പരിപാടിയൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഏറ്റവും അച്ചു SRK അച്ചു ചാത്തങ്കേരി അടുത്ത ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒതന്റിക്കും എക്സയും എന്തോ നിന്നെ ഞാൻ തോട്ട്. ഒഫീഷ്യലി സോണാച്ചന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഹാപ്പിയാണോ അച്ചു? അത്
ഇതാണ് നമ്മുടെ PAP കമ്മിറ്റി വഴി നടക്കുന്ന സോണാച്ചന്റെ മൂവ്മെന്റ്. സോണാച്ചൻ ഇത് വായിക്കണമെങ്കിൽ പോസ് ചെയ്ത് വായിച്ചു നോക്കാം. എന്റെ കമന്റ് ഇത് മൊമെന്റ് കേട്ടോ. ഇത് നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, അത് പിന്നെ കൊടുക്കുന്നതായിരിക്കും. ചേച്ചിയുടെ അടുത്ത കല്യാണം സൗമ്യ ചേച്ചി. ഈ സമയത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയേണ്ടതാണ്. ചേച്ചി നേഴ്സാണ്, UK-ലാണ്. നീ പോവല്ലോ. OET ഒക്കെ പഠിച്ച കേട്ടോ. ചേച്ചിയാണ് IELTS പഠിച്ചത്. ആ ജോസ് അതാണ് OET പഠിച്ചത്, ഇതാണ് IELTS പഠിച്ചത്. സോറി തെറ്റിപ്പോയി. ഒന്നുകൂടെ എത്ര പേരാ കെട്ടാൻ കിടക്കുന്നത്? ജിനോണിനൊക്കെ 25 വയസ്സായി, കെട്ടിക്കാൻ പ്രായം കഴിഞ്ഞ്. ഡെന്നിയൊക്കെ കെട്ടിക്കാൻ അടുത്ത വർഷം ഡെന്നിയുടെ കല്യാണം കാണും. അതഞ്ഞ് സോബിയണ്ണ ആ സുഹിത്ത് ഈ കൂട്ടത്തിൽ ഹിന്ദുവല്ലാത്ത സുത്തണ്ണൻ മാത്രമേ ഉള്ളൂ. സുത്തണ്ണന്റെ കല്യാണം ഉടനെ കാണും. പിന്നെ ചെറിയ അതൊക്കെ എങ്ങനെയൊക്കെ നടക്കും. രജനി തന്നെ പോയി, കല്യാണ ജീവിതം പോയി. ആ സുഹിത്ത് ഉടനെ കിട്ടുന്നാ പറഞ്ഞ. പറ്റുവാണ് നാളത്തിന്റെ കേട്ടോ. ഇതേ ഗിഫ്റ്റ് സുഹിത്തൊരു ജീവിതപങ്കാളി തേടുന്നുണ്ട് എല്ലാരും. വാനില്ല ഞാൻ കഴിയിട്ട് വരിക്കണം. ഐസ്ക്രീം അതെ ഞാനടുത്ത് കട്ട് ഫ്രൂട്ട്സ് ഇടുന്നു വിചാരിച്ചു, പക്ഷെ ഇട്ടില്ല. എന്ത് ചെയ്യാനാ? പിള്ളേർ സെറ്റിലുണ്ട്. ചോറുണ്ട്, വീട്ടിൽ ചോറുണ്ടോ? ഐസ്ക്രീം എങ്ങനെ ഉണ്ടോ? ഐസ്ക്രീം എങ്ങനെ ഉണ്ടെന്ന് പറ. ബ്ലോഗാ എന്റെ ബ്ലോഗാ. ഈനല്ലേ അങ്ങനെ സാധൊരു വാനില ഐസ്ക്രീം കൊള്ളാന്ന് പറയുന്നത്. പാടുന്നതിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ട്? ഒരേ ഒരു 2 പെങ്ങന്മാരൊരാണ്. നമ്മുടെ കൂടുതൽ ജീനാച്ചി പാടുന്നതിനെ പറ്റി എന്തെങ്കിലും കല്യാണത്തിന് പാടുന്നതിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. ചേച്ചി ഒരു കഴിവുള്ള വ്യക്തിയാണ്, ഉടമയാണ്. നല്ല രനിയനുണ്ടായതാണ്. മനോഹരമായ രനിയനുണ്ടായതാണ് കുടുംബത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പുള്ളി വിചാരിക്കുന്നു. സോണച്ചന്റെ കല്യാണം നമ്മൾ എന്താ നല്ല രീതിയിൽ കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ? ഫുഡൊക്കെ സൂപ്പറാണ്. ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, എല്ലാം പെർഫെക്റ്റ്. ഇനിയാ എന്തോ പരിപാടി? വീട്ടിൽ പോണം, അടിക്കണം, ഏറിക്കയറും. ഇതെല്ലാം ഞാൻ യൂട്യൂബിൽ ഇടും. ഡാഡി കണ്ടിട്ട് എന്നെ ഒന്നും ഇടിക്കല്ലേ. സജീവ് ടീക്ക് ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? സോബിൻ എന്തെങ്കിലും പറയണ്ട? ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഗ്യാബിക്ക് എന്തെങ്കിലും പറയായിരുന്നു? ആ ചൂട് ഭയങ്കര ഒരു ഫാക്ടർ ആയിരുന്നു. ചൂട് ഭയങ്കര ഒരു ഫാക്ടർ ആയിരുന്നു. ഇപ്പൊ
ചേച്ചിനെ ക്രിഞ്ചാക്കാം കൊടുത്ത നല്ല ഫംഗ്ഷൻ ആയിരുന്നു. ബീഫ് നല്ല ബന്ധമായിരുന്നു. പപ്പടം കിട്ടിയില്ല. അച്ചാറ് നല്ലായിരുന്നു, അതാണ് പറയണ്ടേ. സോണാച്ചന്റെ ഫോട്ടോഷൂട്ട് ഏതാ ഇടിക്കിടന്ന് അലമ്പുണ്ടാക്കാഴി ചങ്ങനാശ്ശേരി ചന്ത വീണ് ഇവിടെ പാട്ടൊക്കെ ഇട്ട് കയറ്റാം. ഏതാ വൈറ്റ് എഡിറ്റ് ചെയ്യണം. അങ്ങനെ ഒഫീഷ്യലി സോണാച്ചൻ മാരീഡ് ആയി. അതെ, ഞങ്ങളൊക്കെ നല്ല ക്ഷീണത്തിൽ കഴിഞ്ഞു, പരിപാടി എല്ലാം തീർന്നു. എല്ലാരും പോവാണ്. തീർന്നു. എല്ലാരും വീട്ടിൽ പോകുന്നു. ബൈ, ടാറ്റു എടുക്ക്. ഇതിനുണ്ടോ ടാറ്റു പറഞ്ഞ ഓവറാക്കാ പോ മരിച്ച സൗമ്യത്തിച്ച് പോ. യെസ്, ഗുഡ് ബൈ. ഞാൻ പറഞ്ഞ സൈൻ ഓഫ്. അജ് വേറെ ആളാണ്. അടുത്ത കല്യാണത്തിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ ബൈ.